ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിः യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുഃ ഭദ്രം നോ അഭിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. മുണ്ടക ഉപനിഷത്തിലെ ഒന്നാം മുണ്ടകത്തിലെ ഒന്നാം കാണ്ഡത്തിലെ 9-ാമത്തെ മന്ത്രം. യഃ സർവജ്ഞ സർവവിദ് യസ്യ ജ്ഞാനമയം തപഃ തസ്മാത് ഏതദ് ബ്രഹ്മ നാമ രൂപമന്നം ച ജായതേ. യഃ അക്ഷരൻ എന്ന് പറയുന്ന ആരാണോ, സർവജ്ഞ സർവജ്ഞനും, സാമാന്യ രൂപത്തിൽ എല്ലാം അറിയുന്നവനും, സർവവിത്ത് സർവവിത്തും വിശേഷ രൂപത്തിൽ എല്ലാത്തിനെയും അറിയുന്നവനുമാകുന്നു. യസ്യ ആരുടെ തപസ് ജ്ഞാനമയം ജ്ഞാനസ്വരൂപമാകുന്നുവോ, തസ്മാത് അവനിൽ നിന്ന്, ആ സർവജ്ഞനായ അക്ഷരനിൽ നിന്ന്, ഏതദ് ബ്രഹ്മ ഈ ബ്രഹ്മവും, നാമവും, ദേവദത്തൻ യജ്ഞദത്തൻ എന്നും മറ്റുമുള്ള നാമവും. ഇപ്പോൾ യജ്ഞദത്തൻ, ദേവരിൽ നിന്നുണ്ടാകുന്ന ദേവദത്തൻ. രൂപവും വെളുപ്പ് കറുപ്പ് മുതലായ നിറങ്ങളും. അന്നം നെല്ല് യവം മുതലായ രൂപത്തിലുള്ള ധാന്യങ്ങളും അന്നവും. ജായതേ ജനിക്കുന്നു, മുൻപ് പറഞ്ഞ പ്രകാരം ഉണ്ടാകുന്നു. മുൻപ് പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടിയ അക്ഷരൻ സാമാന്യ രൂപത്തിലും വിശേഷ രൂപത്തിലും എല്ലാം അറിയുന്നവനാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അവൻ്റെ തപസ് യാതൊരു ആയാസവുമില്ലാത്ത സർവജ്ഞത്വ രൂപമായ ജ്ഞാനവികാരം തന്നെയാണ്, അറിവ് തന്നെയാണ്. അങ്ങനെയുള്ള ആ അക്ഷരനിൽ നിന്ന് പറഞ്ഞ പ്രകാരത്തിലുള്ള ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന അക്ഷരബ്രഹ്മം, കാര്യബ്രഹ്മം ജനിക്കുന്നു. അതുമാത്രമല്ല, ദേവദത്തൻ യജ്ഞദത്തൻ എന്നും മറ്റുമുള്ള നാമവും വെളുപ്പ് കറുപ്പ് എന്നിങ്ങനെയുള്ള നിറങ്ങളും നെല്ല് യവം മുതലായവയുടെ രൂപത്തിലുള്ള അന്നവും ഉണ്ടാകുന്നു. മുമ്പ് പറഞ്ഞ ക്രമത്തിന് ഉണ്ടാകുന്നു എന്ന് സാരം. അതിനാൽ മുൻപ് പറഞ്ഞതിനും ഇതിനും തമ്മിൽ ബന്ധമുണ്ട്, വിരോധമില്ല എന്ന് അറിഞ്ഞുകൊള്ളണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ അക്ഷരൻ എല്ലാം അറിയുന്നവനും എല്ലാത്തിനെയും അറിയുന്നവനും ജ്ഞാനസ്വരൂപനും ആകുന്നു. ആ ജ്ഞാനസ്വരൂപത്തിൽ നിന്ന് നാമവും രൂപവും അന്നങ്ങളും ഉണ്ടാകുന്നു എന്നാണ് ഈ ഒന്നാം മുണ്ടകത്തിലെ ഒന്നാം ഖണ്ഡത്തിലെ അവസാന മന്ത്രത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്.